കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും കോഴിക്കോട് ജില്ലയിൽ ഒരു റെക്കോർഡിനുടമയാണ് ബേപ്പൂരിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി MP ആദം മുർസി. മുന്നണികളുടെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെന്ന റെക്കോർഡ് കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും ആദം മുർസിക്ക് സ്വന്തം. ബേപ്പൂരിൽ രണ്ടാം അംഗത്തിനിറങ്ങുന്ന മുന്നണികൾക്കിടയിലെ ഈ ബേബി ഇടതുകോട്ടയിൽ ഇത്തവണ കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കേരളത്തിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ പാവപ്പെട്ടവരുടെ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു ഗവൺമെന്റാണ് പ്രിയമുള്ളവരെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന്. ഇടതുകോട്ടയായ ബേപ്പൂരിൽ ആദ്യമംഗത്തിന് ആദമെത്തുമ്പോൾ പ്രായം 30. UDFുകാർ പോലും എതിരാളിയുടെ ലീഡ് 10,000 കടക്കുമെന്ന് പ്രചരിപ്പിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അത്. വ്യവസായ മന്ത്രിയുടെ ഗ്ലാമർ പരിവേഷത്തോടെ മത്സരിച്ച CPMന്റെ പ്രമുഖനായ നേതാവ് എളമരം കരീമിനെ കഴിഞ്ഞ തവണ ആദം മുർസി നിയമസഭയ്ക്ക് അയച്ചത് ഭൂരിപക്ഷം 5316 ഒതുക്കിയാണ്. എളമരം കരീം, മുസാഫിർ അഹമ്മദ്, M മെഹബൂബ് എന്നിവരിലൂടെ കടന്ന് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ VKC മുഹമ്മദ് കോയയിൽ ഇടത് സ്ഥാനാർത്ഥിത്വം എത്തി നിൽക്കുമ്പോൾ ഇടതുകോട്ടയിൽ ഇത്തവണ കൈപ്പത്തി ഉയരുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഈ യുവതുർക്കി. പാർട്ടിയിലെ ഔദ്യോഗിക പദവിയും ഉത്തരവാദിത്വവും പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളോട് നീതി പുലർത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളുടെ നേതാക്കന്മാർക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പ്രാഥമികമായ ആവശ്യങ്ങളായിട്ടുള്ള കുടിവെള്ളം, മെച്ചപ്പെട്ട റോഡുകൾ ഒക്കെ ഇന്നും ഈ നിയോജക മണ്ഡലത്തിൽ സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDFന്റെ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പദയാത്ര ബേപ്പൂർ മണ്ഡലത്തിൽ പുരോഗമിക്കുകയാണ്. കുതിക്കുന്ന കേരളം, കിതയ്ക്കുന്ന ബേപ്പൂർ എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന പദയാത്രയുടെ നായകൻ സ്ഥാനാർത്ഥി കൂടിയായ ആദം മുർസിയാണ്. ജയേഷ് രാഘവൻ, മീഡിയ 1, കോഴിക്കോട്.